തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. കണ്ണൂരിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന കലാപത്തെ പ്രതിരോധിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ചിട്ടും MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും മൗനം തുടരുകയാണ്. VSന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് സുരേഷ് ഇന്ന് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിക്കും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ സജീവമായിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പാർട്ടികളും അതുപോലെ തന്നെ മുന്നണികളുമെല്ലാം അതിന്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അൺഫിലിറ്റ് ഡിസൂസയും അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നായി ജോസഫും പ്രശാന്ത് ജോസഫും അതുപോലെ തന്നെ MC ബോബനൊക്കെ ചേരുന്നുണ്ട്. ആദ്യം അൺഫിലിറ്റിലേക്കാണ്. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ CPM സമാനതകളില്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്നു. അതും അവരുടെ പാർട്ടി കോട്ടയിൽ നിന്ന്. പയ്യന്നൂരിന് ശേഷം തളിപ്പറമ്പിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി നേതൃത്വത്തിനെതിരെയാണ് അഴിമതി ആരോപണം അടക്കം ഉന്നയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലൊക്കെ ഒരു പടി മുന്നിട്ട് നിൽക്കാനുള്ളൊരു ശ്രമത്തിലായിരുന്നു CPM. ആ സാഹചര്യത്തിലാണ് ഇന്നലെ വലിയ രീതിയിൽ CPM വെട്ടിലാകുന്നൊരു സാഹചര്യം കണ്ണൂരിൽ നിന്നുണ്ടാകുന്നത്. അമ്പിളി, തീർച്ചയായും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു തിരിച്ചടി കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് CPM-നുണ്ടാകുമെന്ന്. നമ്മളിപ്പോൾ കരുതുന്നത് പോലെ CPM എന്ന് പറയുന്നത് കണ്ണൂരാണ് CPM-ന്റെ ഒരുപക്ഷെ ദേശീയ തലത്തിൽ പോലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ഘടകമായിരുന്നു കണ്ണൂർ. ആ കണ്ണൂരിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് ഈ രീതിയിലൊരു കലാപക്കൊടി ഉയരുന്നത്. അതൊരു വലിയ രീതിയിലൊരു കലാപത്തിലേക്ക് അത് മറ്റ് ജില്ലകളിൽ, അതല്ല കണ്ണൂരിൽ നിന്ന് കേരളം മുഴുവനും ഒരു സന്ദേശമായി മാറാതിരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന നേതൃത്വം കടുത്ത പ്രതിരോധത്തിലാകുന്നു. അതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറെടുക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം കണ്ണൂരിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് സ്വതന്ത്രരായി അവിടെ നിൽക്കുന്നു. അവരെ പിന്തുണയ്ക്കാൻ UDF തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റ് ജില്ലകളെ പോലെ അല്ല കണ്ണൂർ CPM-നെ സംബന്ധിച്ച്. അപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് അവർ പറയുന്നത്. രണ്ടും CPM-നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എങ്ങനെ നിന്നാലും സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. ഈ പയ്യന്നൂരായാലും ഒപ്പം തന്നെ തളിപ്പറമ്പായാലും അവിടെ രണ്ടിടത്തും ഏറ്റവും പ്രധാന വ്യക്തികളാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ. TK ഗോവിന്ദനായാലും V കുഞ്ഞികൃഷ്ണനായാലും അവിടെ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ ഏത് രീതിയിൽ അത് മറ്റ് ജില്ലകളെ കേരളം മുഴുവൻ അത് എങ്ങനെയാകും വ്യാപിക്കുക എന്ന രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാണ് CPM. മാത്രമല്ല ഈ വിഷയത്തിൽ ഇതുവരെ MV ഗോവിന്ദനോ മുഖ്യമന്ത്രിയോ പ്രതികരണത്തിന് തയ്യാറായില്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വളരെ കരുതലോടെയും ജാഗ്രതയോടെ തയ്യാറെടുക്കുന്നു. അതേസമയം ഈ TK ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ചിട്ട് പോലും ഒരു അക്ഷരം മിണ്ടിയില്ല. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയായാലും MV ഗോവിന്ദനായാലും എന്തെങ്കിലും ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ നടത്താൻ അവർ നിർബന്ധിതരാണ്. മുഖ്യമന്ത്രി ധർമ്മടത്ത് വാഹന പ്രചാരണ ജാഥയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയിൽ നിന്നൊരു ഏത് രീതിയിലുള്ള പ്രതികരണം, കടന്നാക്രമണമായിരിക്കുമോ അതോ ജാഗ്രതയുള്ള പ്രതികരണം, എന്തായാലും അത് പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ. CPM-ന് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ കണ്ണൂരിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ. അത് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഫണ്ട് അഴിമതി ആരോപണം, ജില്ലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അഴിമതി ആരോപണമാണ്. ഒരു ജില്ലയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ V കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പോലും പാർട്ടിക്ക് ഒരു വ്യക്തമായ വിശദീകരണം നൽകാനോ പ്രതിരോധിക്കാനോ ഒന്നും തന്നെ പാർട്ടി ആദ്യം തയ്യാറായിരുന്നില്ല. പാർട്ടി ആദ്യം അതിനെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു CPM-ന്. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഒരു പാർട്ടി നേതൃത്വത്തിനെതിരെ, അതായത് TK ഗോവിന്ദൻ കണ്ണൂരിലെ വലിയ, അതായത് MV ഗോവിന്ദനെ പോലൊക്കെയുള്ള ഒരു സമാനമായ ഒരു നേതാവിൽ നിന്നാണ് ഇത്തരത്തിൽ അഴിമതി അടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുള്ളത്. തീർച്ചയായും ഈ കുഞ്ഞികൃഷ്ണന്റെ ആരോപണം എന്ന് പറയുന്നത് ജില്ലയിലെ MLA, അതായത് ജില്ലാ നേതൃത്വത്തിനെതിരെയായിരുന്നു കുഞ്ഞികൃഷ്ണൻ കലാപക്കൊടി ഉയർത്തിയതും. അതൊരിക്കലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നില്ല. ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതിനപ്പുറത്തേക്കാണ് TK ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം നേരിട്ട് തന്നെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആക്രമണം നടത്തുകയാണ്. ഈ ആക്രമണം എന്ന് പറയുന്നത് അദ്ദേഹം ഉയർത്തുന്നത് പല ചോദ്യങ്ങളാണ്. ഒന്ന്, ജില്ലയിൽ MV ഗോവിന്ദൻ നടത്തിയ പല പരിപാടികളിലും ഉയരുന്ന അഴിമതി, ഫണ്ടിൽ കണക്കുകൾ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല എന്നുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം സ്ഥിരമായി കൈകാര്യം ചെയ്യുന്നൊരു മണ്ഡലത്തിൽ അദ്ദേഹം 3 തവണ ജയിച്ച മണ്ഡലത്തിൽ പിന്നീട് കഴിയുമ്പോൾ ഭാര്യയില്ലാതെ വേറെ ആരെയും കിട്ടിയില്ലെന്നൊരു ചോദ്യം. ഇനി അഥവാ ഒരു വനിതയാണെങ്കിൽ സുകന്യയുണ്ട്. സുകന്യ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നേതാവാണ്. എന്തുകൊണ്ട് സുകന്യയെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല? മറ്റൊന്ന്, ഈ PK ശ്യാമളയ്ക്കെതിരെ ആന്തൂരിലെ വ്യവസായി മരിക്കുന്ന സമയത്ത് ഫയലുകൾ പൂഴ്ത്തിവെച്ചു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഗുരുതരമായ ആരോപണം. ഒരുപക്ഷെ കേസ് പോലും റീഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ആരോപണം, ഗുരുതരമായ ഒരു ആരോപണമാണ്, പാർട്ടി പ്രതിരോധിക്കുന്ന ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അങ്ങനെ ഈ ചോദ്യങ്ങൾക്കൊക്കെ സംസ്ഥാന നേതൃത്വം മറുപടി പറയണം.
വലിയൊരു കൊടുങ്കാറ്റായി കേരളം മുഴുവൻ ഈ ഒരു വിഷയം നിർണായക സമയത്ത് ആഞ്ഞടിക്കാതിരിക്കാനുള്ള തത്രപ്പാടിലാണ്. അതിനെ എങ്ങനെ പ്രതിരോധിക്കണം? ഇന്നലെ എം വി ജയരാജനും ഇ.പി. ജയരാജനും പ്രതികരിച്ചു എന്നതൊഴിച്ചാൽ അത് ജില്ലയിൽ നിന്നുള്ള നേതാക്കളായതുകൊണ്ടുള്ള സ്വാഭാവിക പ്രതികരണങ്ങൾ എന്നതിനപ്പുറത്തെ വർഗ്ഗവഞ്ചകർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എം വി ഗോവിന്ദനും നേരിട്ടൊരു കടന്നാക്രമണം നടത്തിയിട്ട് എം വി ഗോവിന്ദന്റെ പ്രതികരണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അപ്പോൾ ഇന്നത്തെ ദിവസം പോലും ഇവർ പ്രതികരിച്ചില്ല എങ്കിൽ അത് പിന്നീട് കൂടുതൽ ചോദ്യങ്ങൾക്കൊക്കെ ഇടവരുത്തും. ഇന്ന് ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ വാഹന പ്രചാരണ രാത്രിയിൽ മുഖ്യമന്ത്രി ഒരു പക്ഷേ കണ്ണൂരിന്റെ തട്ടകത്തിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി എങ്ങനെ അത് പ്രതിരോധിക്കും? ഒരുപക്ഷെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ജില്ലയിലുടനീളം മുഖ്യമന്ത്രിയുടെ പ്രചാരണം ഉണ്ടാകും. ധർമ്മടത്ത് ഒതുങ്ങി നിൽക്കില്ല. കാരണം ഈ അടിത്തട്ടിൽ നിന്ന് ഈ മാർത്തട്ടിൽ നിന്ന് ഉയരുന്ന കലാപത്തെ പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ CPM സംസ്ഥാന നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മൗനം തുടരുന്നുവെന്നാണ് ഇന്നലെ ടി.കെ. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തെ അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഇതിനൊക്കെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെയും എം വി ഗോവിന്ദനും മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. അത് മറ്റ് ജില്ലകളിലേക്ക് CPM-നെ ദേശീയ തലത്തിൽ പോലും പ്രതിരോധിക്കാതിരിക്കാനായി അങ്ങനെ ഇടപെട്ടേ മതിയാവുകയുള്ളൂ. ഒരു ഇടപെടൽ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അത് കലാപമായി മാറാതിരിക്കാൻ സർവ്വശക്തിയും എടുത്ത് CPM ഇവിടെ പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ. മാത്രമല്ല തീർച്ചയായും എന്തായാലും ആ ഇടപെടലിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തോട് CPM-ന്റെ സംസ്ഥാന നേതൃത്വം എന്ത് മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ വിജ്ഞാപനം കഴിഞ്ഞ് 3-ാം ദിനമെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പലയിടത്തും തർക്കങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് കെ സുധാകരൻ ഡൽഹിയിലെത്തും. ഹൈക്കമാൻഡിന്റെ അനുനയ നീക്കത്തിന് വഴങ്ങുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. അതേസമയം പ്രഖ്യാപനത്തിന് കാത്തിരിക്കാതെ വട്ടിയൂർക്കാവിൽ രാവിലെ മുതൽ തന്നെ വോട്ട് അഭ്യർത്ഥിച്ച് തുടങ്ങിയിട്ടുണ്ട് കെ മുരളീധരൻ. അതേസമയം സ്റ്റാർ മണ്ഡലങ്ങളിൽ പ്രമുഖർ കളത്തിലിറങ്ങിയതോടെ BJP ക്യാമ്പും വലിയ ആവേശത്തിലാണ്. അൺഫിലിറ്റ് തന്നെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത്. അൺഫിലിറ്റ്, കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെയെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും തർക്കമുണ്ടോ? ഒപ്പം തന്നെ കെ സുധാകരൻ ഹൈക്കമാൻഡിന്റെ അനുനയത്തിന് വഴങ്ങുമോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതെ അമ്പിളി, എല്ലാ അർത്ഥത്തിലൊക്കെ മേൽക്കൈ നേടേണ്ടതായിരുന്നു UDF ഈ തെരഞ്ഞെടുപ്പിലൊക്കെ. പക്ഷേ എന്ത് ചെയ്യാനാണ്? UDF-നെ സംബന്ധിച്ച് വിജ്ഞാപനം ഉണ്ടായപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷേ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞ് ഇതുവരെയും അവർക്ക് അതിനകത്ത് ഒരു അനക്കം പോലും ഉണ്ടാകുന്നില്ല എന്നതാണ്. പക്ഷേ അതേസമയം ആ ദിവസം KC വേണുഗോപാൽ കൃത്യമായി പറഞ്ഞിരുന്നു 2 ദിവസമെങ്കിലും എടുക്കും അത് പൂർത്തിയാക്കാനെന്നത്. അപ്പോഴും നമുക്കറിയാം അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ. കാരണം വ്യക്തത വരുത്താൻ ഇപ്പോഴും നേതൃത്വത്തിന് കഴിയുന്നില്ല. കാരണം ഈ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ജില്ലകളിൽ നിന്ന് കൂടുതൽ കടുത്ത വിയോജിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ ആദ്യഘട്ടത്തിൽ പോലും ഇവർ ഉടക്കി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പലയിടത്തും. കാരണം ഇതിനകത്ത് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഈ സ്വതന്ത്രരായി മത്സരിക്കുന്ന CPM-ലെ പ്രമുഖരെയൊക്കെ പിന്തുണച്ച് സ്ഥാനാർത്ഥികളായി പിന്തുണയ്ക്കും. അവിടെ നിന്ന് പ്രാദേശിക ജില്ലാ ഘടകത്തിൽ നിന്ന് വലിയൊരു എതിർവികാരമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ തടയിട്ടുകൊണ്ട് വരുമ്പോൾ അവിടുത്തെ പല നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ പട്ടിക തിരുത്തി എഴുതേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. എല്ലായിടത്തും ഈ പ്രതിസന്ധിയുണ്ട്. ഇതിനപ്പുറത്തേക്കാണ് കെ സുധാകരൻ അടൂർ പ്രകാശും ഉയർത്തുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ കെ സുധാകരൻ ഡൽഹിക്ക് വരുന്നു. അനുനയിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ വിളിക്കുന്നെങ്കിലും എങ്ങനെ അനുനയിക്കും? ഈ കെ സുധാകരൻ അനുനയിച്ചില്ല എങ്കിൽ അദ്ദേഹം അവിടെ കണ്ണൂരിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കലാപം ഉയർത്തുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ തലവേദനയായി കോൺഗ്രസിന് മാറുമെന്നത്. അതായത് CPM-ൽ നിന്നുണ്ടാകുന്ന അനുകൂല ഘടകത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ പക്ഷെ മറുഭാഗത്ത് സ്വന്തം തട്ടകത്തിൽ ഈ രീതിയിൽ കലാപം ഉയരുകയാണ്. അത് കലാപം നേരിടാനായി കോൺഗ്രസ് ബാധ്യസ്ഥരാകുന്നു. അങ്ങനെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസ് ഉടലെടുത്തിരിക്കുന്നത്. ഇന്നെങ്കിലും അവർക്ക് പട്ടിക പുറത്തുവിടാൻ കഴിയും, 1-ാം ഘട്ട പട്ടിക പുറത്തുവിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവർ ഇരിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ മനസ്സിലാക്കുന്നത് സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്നപ്പോഴും ആദ്യഘട്ട പട്ടികയിൽ ഒരു തീരുമാനമായില്ല എന്ന് തന്നെയാണ്. കാരണം പല ജില്ലകളിലുമൊക്കെ ഈ ഇടഞ്ഞു നിൽക്കുന്ന താപ്പാനകൾ ഇടഞ്ഞു നിൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ തലവേദനയായി കോൺഗ്രസിനെ മാറുന്നത്. ഒരുപക്ഷെ ഇന്ന് രാവിലെ യോഗം ചേർന്ന് ഒരുപക്ഷെ ആദ്യം 1-ാം ഘട്ട പട്ടിക വളരെ കുറച്ച് പേരെയെങ്കിലും ഒരു 30-40 പേരെയെങ്കിലും പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുണ്ടാകുന്ന ചില വിയോജിപ്പ് സ്വരങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തലവേദനയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കാത്തിരിക്കാതെ വട്ടിയൂർക്കാവ് കെ മുരളീധരൻ സ്റ്റാർ മണ്ഡലവും സ്ഥാനാർത്ഥിയുമൊക്കെയാണ്. രാവിലെ മുതൽ തന്നെ വട്ടിയൂർക്കാവ് കെ മുരളീധരൻ ഇനി ഈ ഹൈക്കമാൻഡോ ആരെങ്കിലും തന്നെ പ്രഖ്യാപനം എപ്പോഴെങ്കിലും നടത്തിക്കൊണ്ട് ഇതൊന്നും തനിക്ക് ബാധകമല്ല എന്ന് രാവിലെ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നു. പക്ഷെ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞില്ല. ആ ജില്ലയിൽ കോൺഗ്രസിന് എല്ലാവരും വോട്ട് ചെയ്യുക എന്നൊരു കോമൺ ഒരു പൊതുവായൊരു രീതിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അവിടെ. കാരണം ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് പേര് പറഞ്ഞ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല, വോട്ട് അഭ്യർത്ഥിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹം കളത്തിലിറങ്ങുകയാണ്. അദ്ദേഹം
അദ്ദേഹം കളത്തിലിറങ്ങുന്നതിന് ചുവട് പിടിച്ച് ഉറപ്പായ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രംഗത്ത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇനിയും വൈകാൻ പാടില്ല, കളം നിറഞ്ഞേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കുറേ വിഭാഗം നേതാക്കന്മാർ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രചാരണത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ് അമ്പുലി. അതോടൊപ്പം BJPയുടെ ഘടകം പറയുകയാണെങ്കിൽ BJP സംബന്ധിച്ച് വലിയ ആവേശമാണ്. കാരണം സ്റ്റാർ മണ്ഡലങ്ങളൊക്കെ തന്നെ അവർ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചില പ്രമുഖരെ മാത്രം, അതായത് കുമ്മനം രാജശേഖരനോ MT രമേശിനോ ഒഴികെ ബാക്കി എല്ലായിടത്തും ഒക്കെ പ്രഖ്യാപനം വന്നതുകൊണ്ട് വലിയ ആവേശത്തിനാണ്. എല്ലായിടത്തും റോഡ് ഷോകളൊക്കെ ഇന്ന് തന്നെ ആരംഭിക്കും. ശ്രദ്ധിക്കേണ്ടത് അവർ ചില മണ്ഡലങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം ഒഴിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരം സെൻട്രലാണ്. തിരുവനന്തപുരം സെൻട്രൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. അവിടെ കരമന ജയൻ സിറ്റി ചെയർമാൻ കരമന ജയൻ സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ ഉറപ്പിച്ചാൽ, പക്ഷേ കോൺഗ്രസിലെ ഒരു പ്രമുഖ സ്ഥാനാർത്ഥികൾ പലരും സീറ്റിനെ ചൊല്ലി ഇട്ടഞ്ഞു നിൽക്കുന്നു. അത് പ്രമുഖരാണ്. അതുകൊണ്ട് ചില പ്രമുഖരൊക്കെ ചർച്ചകൾ നടത്തി എന്നുപോലും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടി ഇവർ കാത്തിരിക്കുന്നു. അതിനുശേഷം മാത്രമേ അവരുടെ ഏറ്റവും നിർണായക മണ്ഡലം കൂടിയാണ് സെൻട്രൽ. ആ സെൻട്രലിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ളൂ. ഒപ്പം തന്നെ പലയിടത്തും ആറന്മുളയിൽ MT രമേശാണോ കുമ്മനം രാജശേഖരനാണോ എന്നൊരു തർക്കം നടക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒഴിപ്പിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തറ 2020 വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അതുപോലെ ഇരിങ്ങാലക്കുടയിൽ 2020യും BDJS സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് സീറ്റ് വേണമെന്ന് ഒരു വലിയ രീതിയിൽ തർക്കം നടക്കുന്നു. അങ്ങനെ ഈ തർക്കമുള്ളിടത്തൊക്കെ NDAയിലും പ്രതിസന്ധിയുണ്ട്. BJP ഈ തർക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ സീറ്റ് അവർ ഘടകകക്ഷികൾക്ക് വിട്ടു നൽകുന്നില്ല. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ BJP NDA മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അമ്പലി, ശരി, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പ്രയോജനപ്പെടുത്തുമെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും ഇതുവരെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനായിട്ടില്ല. ഇന്ന് ആ പട്ടിക ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ലീഗും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അൺഫിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ BJP A ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്.